2026 കേരളം ആര് ഭരിക്കണമെന്ന് യഥാർത്ഥത്തിൽ തീരുമാനിക്കുന്നത് BJP പിടിക്കുന്ന വോട്ടുകളായിരിക്കും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രൂപത്തിലുള്ള വോട്ടുകൾ പിടിക്കാൻ BJP മുന്നണിക്ക് സാധിച്ചിട്ടുണ്ട് എന്നത് സത്യമാണ്. 2026 അത് ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത. പാകിസ്ഥാനെതിരെ ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറും തുടർന്ന് നടന്ന സംഭവ വികാസങ്ങളുമൊക്കെ BJPക്ക് പ്രചാരണ ആയുധമാക്കുന്നത് അവർക്ക് നേട്ടമായി മാറിയെന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. അങ്ങനെ സംഭവിച്ചാൽ അത് പ്രധാനമായിട്ടും UDF വോട്ട് ബാങ്കുകളെയും CPIM വോട്ടുകളെയും ബാധിക്കും എന്ന കാര്യത്തിൽ തർക്കമേയില്ല. പിണറായി സർക്കാരിന് എതിരായ വോട്ടുകൾ ഭിന്നിക്കുന്നത് മൂന്നാമതും ഇടതുപക്ഷം അധികാരത്തിൽ വരാനാണ് സാഹചര്യം ഒരുക്കുക എന്ന് പലരും ചിന്തിക്കുന്നുണ്ടെങ്കിലും പക്ഷേ അത് യഥാർത്ഥത്തിൽ ഉപകാരമായി മാറിയത് UDFനാണ്. അത് നമ്മൾ നിലമ്പൂരിലും കണ്ടതാണ്. 10 നിയമസഭാ സീറ്റുകളിലെങ്കിലും വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന BJPക്ക് വോട്ട് ശതമാനം കുറയുന്ന സാഹചര്യം ചിന്തിക്കാൻ പോലും കഴിയുകയില്ല. മാത്രമല്ല, അസംതൃപ്തരായ കോൺഗ്രസ് നേതാക്കളെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രംഗത്തിറക്കുവാനും BJPക്ക് പദ്ധതിയുണ്ട്. ശശി തരൂരിനെ തന്നെ അടർത്തിയെടുത്ത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചാൽ പോലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല എന്നതാണ് അവസ്ഥ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ കോട്ട തകർത്താണ് നടൻ സുരേഷ് ഗോപി 2019 ലഭിച്ചതിനേക്കാൾ 1,18,516 വോട്ടുകൾ കൂടുതൽ നേടി തൃശൂരിൽ നിന്നും വിജയിച്ചത്. ഇവിടെ പ്രധാനമായും ചോർന്നിരിക്കുന്നത് കോൺഗ്രസ് വോട്ടുകളാണെങ്കിലും അവിടെ കളിച്ചത് CPIM ആണെന്നുള്ള സത്യം നമുക്ക് നല്ല പോലെ അറിയാം. 3ാം സ്ഥാനത്തേക്കാണ് അവിടെ K മുരളീധരൻ തള്ളിവിടപ്പെട്ടിരിക്കുന്നത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ച K സുരേന്ദ്രനും BJPയുടെ വോട്ട് വിഹിതം വലിയ രൂപത്തിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നതും വസ്തുതയാണ്. കണ്ണൂർ, പാലക്കാട്, കൊല്ലം എന്നിവിടങ്ങളിലും BJPയുടെ പ്രകടനം മെച്ചപ്പെട്ടിട്ടുണ്ട്. പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയെ മത്സരിപ്പിച്ചത് കൊണ്ട് മാത്രമാണ് തിരിച്ചടി കിട്ടിയിരിക്കുന്നത്. ആറ്റിങ്ങലിൽ 3ാം സ്ഥാനത്തെത്തിയ V മുരളീധരൻ ഇരു മുന്നണികളെയും അമ്പരപ്പിച്ചു കഴിഞ്ഞു. 2019 BJPയുടെ വോട്ട് വിഹിതം 2,40,081 ആയിരുന്നുവെങ്കിൽ ഇത് ഒറ്റയടിക്ക് 3,11,779 ഉയർത്തുവാൻ ഇത്തവണ കഴിഞ്ഞു എന്നത് അത്ഭുതമുണ്ടാക്കുന്നു. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ വെറും 16,077 വോട്ടുകൾക്ക് മാത്രമാണ് പരാജയപ്പെട്ടത് എന്ന സത്യവും മറക്കരുത്. ഇവിടെ BJPയുടെ വോട്ടുകൾ കൂടിയപ്പോൾ കോൺഗ്രസിന് 2014 അപേക്ഷിച്ച് 57,976 വോട്ടുകളുടെ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിലെ ബഹുഭൂരിപക്ഷം നിയമസഭാ മണ്ഡലങ്ങളിലും BJPക്ക് ഇപ്പോൾ കാര്യമായ വോട്ടുകളുണ്ട്. അത് കൂടുകയല്ലാതെ ഒരിക്കലും കുറയുവാനും പോകുന്നില്ല. 2016 ശക്തി വർദ്ധിപ്പിച്ച് 2031 കേരള ഭരണം പിടിക്കുക എന്നതാണ് BJPയുടെ അജണ്ട. അതുകൊണ്ട് തന്നെ പരമാവധി വോട്ടുകൾ സമാഹരിക്കുവാനാണ് സംഘപരിവാർ സംഘടനകളും ശ്രമിക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടിറങ്ങി പ്രചാരണം നയിക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വോട്ട് വർധന ഉണ്ടാക്കുവാൻ പുതിയ രാഷ്ട്രീയ സാഹചര്യം BJPക്ക് സഹായകമാകുമോ എന്നതാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്. അവിടെ തന്നെയാണ് UDFന്റെയും CPIMന്റെയും സകല കണക്കുകൂട്ടലുകളും തെറ്റാനും പോകുന്നത്. BJPക്ക് എളുപ്പത്തിൽ തകർക്കാൻ പറ്റുന്ന വോട്ട് ബാങ്ക് CPIMന്റേതാണെന്ന് നമ്മൾ നിലമ്പൂരിൽ കണ്ടതാണ്. ഒരു ചെറിയ ശതമാനം വോട്ടിംഗ് ഷിഫ്റ്റ് പോലും വലിയ രാഷ്ട്രീയ മാറ്റത്തിന് കാരണമാകും. ഇത്തരമൊരു സാഹചര്യം ഇടതുപക്ഷത്തിനും ഒരുപാട് ദോഷം ചെയ്യും. നിലമ്പൂർ വഴി കേരള ഭരണം പിടിക്കാമെന്ന് പ്രതീക്ഷിക്കുന്ന UDF നേതൃത്വം ഇക്കാര്യങ്ങൾ കൂടി പരിശോധിക്കുന്നതും നല്ലതായിരിക്കും. കാരണം ഒരു ഉറച്ച കോട്ടയാകാൻ UDFനെ കൊണ്ട് കേരളത്തിലാകും. കോൺഗ്രസിനെ സംബന്ധിച്ച നേതൃത്വം ഭംഗിയായതുകൊണ്ട് മാത്രം കാര്യമില്ല എന്നും അടിത്തറ ശക്തമാക്കിയില്ലെങ്കിൽ മുകളിലുള്ള ഭംഗി കുത്തനെ താഴേക്ക് പോകുമെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ മുന്നറിയിപ്പ് ഒരു ജാഗ്രതാ നിർദ്ദേശമാണ് കോൺഗ്രസിന് നൽകിയിരിക്കുന്നത്. ലീഗിന്റെ സ്വാധീന മേഖലകളിൽ വോട്ട് പിടിക്കാൻ അവർക്ക് കഴിയുമെന്നതും യുവനിരകൾക്കുള്ള ആരാധനയും വോട്ടായി മാറണമെങ്കിൽ അക്ഷീണം ഇനി UDF പ്രവർത്തിക്കേണ്ടി വരും.